BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി മറ്റ് വിഭാഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് കെ ഫോൺ. ഈ കെ ഫോൺ പദ്ധതിയെ VD സതീശൻ സർക്കാർ ഇപ്പോൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നടത്തുന്നതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും ഏറെക്കുറെ കെ ഫോൺ ഈ സർക്കാർ VD സതീശൻ സർക്കാരിന് താല്പര്യമില്ലെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇത് എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഈ സർക്കാർ അധികാരത്തിലേറി ആഴ്ചകൾക്കുള്ളിൽ തന്നെ കെ ഫോണിനെ സ്വകാര്യവൽക്കരിക്കാൻ ഉള്ള ഒരു നീക്കം നടത്തുന്നത്? ഇത് നേരത്തെ തന്നെ ഒരു സൂചന അതിൻ്റെ തന്നിരുന്നതാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോന്നുന്നു രമേശ് ചെന്നിത്തല ഒരു യോഗത്തിൽ വെച്ച് പ്രസ്താവിച്ചിരുന്നു. സർവീസ് ഫെസിലിറ്റേറ്ററായിട്ട് നിൽക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. സർക്കാർ ഇങ്ങനത്തെ പദ്ധതികൾ തുടങ്ങാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ. അതായത് ടെലികോം കമ്പനികൾ ബിസിനസ് നടത്താൻ വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മാത്രമേ ചെയ്യാവൂ. അവർ എന്ത് തുക ഈടാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊരു നിയന്ത്രണങ്ങൾ അതാണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സർവീസ് പ്രൊവൈഡറും ഒരു നിയന്ത്രണ അതോറിറ്റിയായിട്ട് സർക്കാർ നിൽക്കുക. ഇത് മാത്രമേ ചെയ്യാവൂ. അതെ, ഒരു കാരണവശാലും ഇതിലേക്ക് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് എന്നുള്ള തരത്തിലാണ് രമേശ് ചെന്നിത്തല അന്ന് പ്രസ്താവന ഇറക്കിയത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത് ഒരു നേതാവിൻ്റെ മാത്രം പ്രസ്താവനയല്ല, അത് ആ കോൺഗ്രസ് പാർട്ടിയുടെ നയത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിൻ്റെ നയം അങ്ങനെ തന്നെയാണ് ദേശീയതലത്തിലും. അത് ഒരു ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതല്ലാതെ ബിസിനസ്സിൽ ഇടപെടുക, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നീക്കങ്ങൾ നടത്താണ്ടിരിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ നയമാണ് അത് ഏത് കാലത്തും. പിന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ് തുടങ്ങി വെച്ചത്. മൻമോഹൻ സിംഗിൻ്റെ കാലം മുതലുള്ള നയമാണത്. അത് വളരെ കാര്യക്ഷമമായിട്ട് അവർ തന്നെ നടപ്പാക്കി വരികയായിരുന്നു. അതിനിടയിലാണ് പിന്നീട് ആ ജോലി അവരെക്കാൾ കാര്യക്ഷമമായിട്ട് നടപ്പാക്കുന്ന മറ്റൊരു വലതുപക്ഷ കക്ഷിയിലേക്ക് അധികാരം പോയത് BJP അധികാരം ഏറ്റെടുത്തത്. ഇപ്പോൾ രണ്ടു കൂട്ടരും വലതു കക്ഷികളാണ്, രണ്ടു കൂട്ടരും നയങ്ങളും നിലപാടുകളും ഒന്നാണ്. ഇപ്പോൾ കെ ഫോൺ വിൽക്കുക എന്നുള്ളത് അവരുടെ കോൺഗ്രസിൻ്റെ ഒരു വലതു സർക്കാരിൻ്റെ അടിസ്ഥാന നയമാണ്. അതിനിപ്പോൾ നടന്നില്ലെങ്കിൽ അവർ പിന്നീട് എന്തെങ്കിലും നടത്തിയെടുക്കും. ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളിൽ ഒന്ന് തന്നെയായിരുന്നു എന്നൊക്കെ പറയാം ഈ കെ ഫോൺ എന്ന് പറയുന്നത്. കാരണം BPL കുടുംബങ്ങളിലുള്ളവർക്ക് സൗജന്യമായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിക്കുക, അതുവഴി അവരുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്കടക്കം ഒരു പഠനത്തിന്, നമ്മൾ പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും ഫോണുകളിലേക്കൊക്കെ പഠനം ചുരുങ്ങിയ കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഇതിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ഒരു ലഭ്യത അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത ഇല്ലായ്മയുടെ ബുദ്ധിമുട്ടൊക്കെ ആളുകൾ മനസ്സിലാക്കിയത്. ആ സമയത്ത് കെ ഫോൺ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സംവിധാനം ഓരോ വീടുകളിലും എത്തിക്കാൻ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. വളരെയധികം പേര് അതിനെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് തന്നെ പല വീഴ്ചകളും ഉണ്ടായി. സർക്കാരിനത് പ്രഖ്യാപിച്ചാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെ ചില ബാധ്യതകളുണ്ടായി, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായി, പലവിധ കുരുക്കുകളും പലയിടത്തുണ്ടായി. പക്ഷെ എന്നാൽ പോലും ഏറെക്കുറെ നമുക്ക് പറയാവുന്നൊരു കണക്ക് വെച്ച് നിലവിൽ 1,76,000-ഓളം കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ 15,000 BPL കുടുംബങ്ങൾക്കാണ് സൗജന്യമായി കണക്ഷൻ നൽകിയിട്ടുള്ളത്. പിന്നെ 7,799 വ്യവസായ കണക്ഷൻ നൽകിയെന്നാണ് റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ഇതിനകത്ത് പറയേണ്ടത് കെ ഫോൺ ഒരു പരിധിവരെ വിജയിച്ചിരുന്നു. പക്ഷേ അത് പദ്ധതി പൂർണ്ണമായും വിജയത്തിലെത്തിക്കാൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മൾ ഈ കെ ഫോണിൻ്റെ ഫൈബർ ശൃംഖലയുടെ ഏകദേശ നീളം എന്ന് പറയുമ്പോൾ 32,000 കിലോമീറ്റർ ഉണ്ട്. അത് മറ്റ് ഇൻ്റർനെറ്റ് സേവന ദാതാക്കളെക്കാൾ അധികവുമാണ്. അത്രയും വലിയൊരു നേട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരുന്നു. പക്ഷെ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി മൂലം അത് പൂർണ്ണമായിട്ട് ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോവുകയും ചെയ്തു. അത് പല ഘട്ടത്തിൽ നമ്മൾ കണ്ടു സർക്കാരിന് ഈ വിഷയത്തിൽ അധികം ഒരു തുറന്ന് സംസാരിക്കാൻ പറ്റാതായിപ്പോയി. ഈ അന്നത്തെ പ്രതിപക്ഷമായിട്ടാണ് VD സതീശൻ്റെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ കെ ഫോൺ എടുത്തിടുമ്പോൾ പോലും പിണറായി വിജയൻ സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു പ്രതിരോധിക്കാനോ ഈ പദ്ധതിയുടെ നിലവിലത്തെ അവസ്ഥ വിവരിക്കാനോ ഒന്നും കാര്യമായിട്ട് സാധിച്ചിട്ടില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു. ഈ പ്രതിസന്ധി എത്രത്തോളം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനിയും ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയാൽ? ഇതിൽ പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ, പ്രചാരണ രംഗത്ത് വന്നിട്ടുള്ള വീഴ്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയൊരു പദ്ധതിയല്ല. 10,000-30,000 സർക്കാർ ഓഫീസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡാണ്. ധാരാളം ആശുപത്രികളുണ്ട്, ധാരാളം വീടുകൾ,
സർക്കാർ ഓഫീസുകളും ഒക്കെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത കാര്യം പ്രൊനൗൺസ് ചെയ്യാൻ, അത് ഉറക്കെ പറയാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് വസ്തുത. ഇതിലെല്ലാം അതായത് നമ്മളെപ്പോഴും പറയുന്നുണ്ട് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്ന് പറയും, പക്ഷെ ജനങ്ങളിൽ നിന്നും കാണാതെ അത് കാണിക്കാൻ സർക്കാർ ശ്രമിച്ചുമില്ല എന്നുള്ളത്. അതിൽ വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈഫ് പദ്ധതി, കെ ഫോൺ പദ്ധതി, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിൽ കിടക്കുന്ന ആളുകളെയാണ്. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് ഒരു അക്കൗണ്ട് ഉണ്ടായേക്കാം ഫേസ്ബുക്കിൽ, പക്ഷെ അവരതിനകത്ത് കയറുക പോലും ചെയ്യില്ല. കയറിയാൽ തന്നെ അവരൊരു കമൻ്റ് ഇടുക, ഒരു പ്രസ്താവന നടത്തുക, ഒന്നും കഴിയില്ല. ആ തലത്തിലേക്ക് വളർന്നിട്ടില്ലാത്ത, സാമൂഹികമായ അധികാരം അത്ര പോലും എടുക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് സാധാരണക്കാർ. ഒരു ഫേസ്ബുക്കിൽ നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു ഈസി പരിപാടിയാണ്. അത് ഈസി അല്ല. വളരെ സാധാരണക്കാരനായ ഒരാൾ ആ അധികാരം എടുക്കാൻ പേടിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വളരെ സാധാരണക്കാരായ ആളുകൾക്ക് ആണ് ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചത്. അവരൊട്ടും ലൗഡല്ല. അവരൊരിക്കലും തങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ് ഈ സർക്കാരിനെ തുടർന്നും അധികാരത്തിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ലോബിയിങ്ങോ എന്തെങ്കിലും പ്രചാരണ പരിപാടികളോ അവരൊരിക്കലും നടത്താൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസിൽ പ്രത്യേകമായ ഇടപെടൽ സർക്കാർ അന്ന് നടത്തേണ്ടിയിരുന്നു. പ്രത്യേകമായ പ്രചാരണങ്ങൾ അന്ന് നടത്തേണ്ടിയിരുന്നു. അതൊന്നും സർക്കാർ ചെയ്തില്ല. സർക്കാർ കരുതി ഈ ചെയ്യുന്നതെല്ലാം വോട്ടായി മാറും, അവരൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കുമെന്നാണ്. പക്ഷെ സംസാരിക്കാൻ ശേഷിയുള്ളവരല്ല ഈ പറയുന്ന സാധാരണക്കാർ. അത് വലിയ തരത്തിലുള്ള ആലോചനകൾക്ക് CPM വിധേയമാക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സാധാരണക്കാരുടെ ശബ്ദം ആകേണ്ട പാർട്ടിയാണ് യഥാർത്ഥത്തിൽ CPM. ഈ ഭാഗത്തുനിന്ന് കുറച്ച് പിൻവലിഞ്ഞ് മിഡിൽ ക്ലാസിൻ്റെ ശബ്ദമായിട്ട് മാറിയിട്ടുണ്ട്. മിഡിൽ ക്ലാസ്സാണ് ശരിക്കും കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിലും മിഡിൽ ക്ലാസിൻ്റെ ആയിരുന്നു പ്രചാരണം. അവരുടെ പ്രചാരണം കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇത്തവണ അതിൽ വന്ന ഇടിവും ഒരു പ്രധാന ഘടകമാണ്. അതിൻ്റെ കൂടെ തന്നെ സാധാരണ ജനങ്ങളിലേക്ക് വന്നിട്ടുള്ള ഈ കെ ഫോൺ പോലുള്ള പദ്ധതികളെ അവർ ലൗഡായിട്ട് പറയുന്നില്ലെങ്കിൽ സർക്കാർ കുറച്ച് ലൗഡായിട്ട് പറയേണ്ടതും അതും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു വലത് സർക്കാർ വന്നു, വലത് സർക്കാരിൻ്റെതായിട്ടുള്ള നിലപാടെടുക്കുന്നു. അവരിത് പൂട്ടിക്കാനുള്ളതിനാണ്. ഈ സമയത്തെങ്കിലും കുറച്ച് ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ട ഒരു അത്യാവശ്യമുണ്ട്. പിണറായിയുടെ നിശബ്ദത, കള്ളം കയറി 10 ദിവസം കഴിഞ്ഞിട്ട് നെഞ്ചത്തടി നിലവിളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ തന്നെ ഈ സമയത്ത് തന്നെ ഇടപെടൽ ആവശ്യമാണ്. ഇപ്പോൾ സന്ദീപ് പറഞ്ഞാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളൊരു നേതാക്കൾ മുന്നോട്ട് വരികയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുകയും ചെയ്യണം. ഇപ്പോൾ എവിടെയൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം, ജനങ്ങളോട് സംസാരിക്കണം, അവരുടേതായ രീതിയിൽ സംസാരിക്കണം. ഇത് BPL കുടുംബങ്ങൾക്കും സാധാരണക്കാർക്കും ആയിട്ട് കുറഞ്ഞ നിരക്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തുടങ്ങിയ ഇൻ്റർനെറ്റ് പദ്ധതിയാണെന്ന് എന്താണെന്ന് ഇനിയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. മറുവശത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഈ പദ്ധതി മൂലം വിറ്റാലുണ്ടാകുന്ന ഒരു ഭീമമായ തുക അത് ഒറ്റയടിക്ക് ഖജനാവിലേക്ക് എത്തുമെന്നുള്ളൊരു കണക്കിൻ്റെ ഒരു മാജിക്ക് മാത്രമാണ് ഇവിടെ സർക്കാരിൻ്റെ മുന്നിലുള്ള. കടക്കണിയുടെ പേരും പറഞ്ഞിട്ട് ഇവർക്ക് വിൽക്കാം. പക്ഷെ അപ്പോഴും ഒരു സൈഡിൽ കൂടെ അവരെ സേഫ് ആകും. കാരണം വെച്ചാൽ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയാലുണ്ടാകുന്ന ചെലവുകൾ, സാങ്കേതിക തകരാറ് പരിഹരിക്കലുള്ള സാങ്കേതികപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ചെലവുകൾ, ജീവനക്കാരുടെ ശമ്പളം, അങ്ങനെയുള്ള കുറച്ച് വിഷയങ്ങളുണ്ട്. അതായത് ഇടപെടേണ്ട വിഷയം. ഇതിന് പുറകെ നടന്ന് ചെയ്താൽ ഓരോ വീടുകളിൽ ഇന്റർനെറ്റ് കണക്ഷൻ എത്തിക്കുന്ന ഒരു വലിയൊരു ഭാരിച്ച ചുമതലയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ള ഒരു ഉത്തരവാദിത്തം വലുതാണ്. ആ ഉത്തരവാദിത്തത്തിന് ഒളിച്ചോടിയിട്ട് ഇത് സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈ കഴുകാം, നമ്മൾ ഫ്രീ ആകാം എന്നൊരു ചിന്തയാണ് സർക്കാരിനുള്ളത്. ആ ചിന്തയെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കണം. കാരണം ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് നമ്മൾ പറയേണ്ട കാര്യം. പക്ഷെ കേവലം ഒരു സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം ഈ കെ ഫോണിനെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ സന്ദീപ് പറഞ്ഞു, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവയെല്ലാം ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു വലിയൊരു പദ്ധതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. കാരണം നമുക്കത് അതിനുള്ള സാങ്കേതികവിദ്യയും കാര്യമുണ്ട്. നമ്മളിപ്പം പറയുന്നുണ്ട് ഈ കെ ഫോണിൻ്റെ കാര്യം ഈ സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ പോലും ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവരത് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ
അവിടെ നമുക്ക് ഏറെക്കുറെ LDFന് അത് മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ പദ്ധതി ഈ സർക്കാർ അട്ടിമറിക്കും അല്ലെ സ്വകാര്യവൽക്കരിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നു. അതിനനുസരിച്ച് അവസാന നിമിഷത്തിലോ വേണ്ട ഇപ്പോഴെങ്കിലും പ്രതികരിക്കേണ്ട ഒരു സമയത്തിലാണ് അവരുള്ളത്. ഇതിൽ സർക്കാർ ഓഫീസുകളും അതുപോലെ ആശുപത്രികളൊക്കെ കണക്റ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊരു വലിയ അപകടം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ സർവീസ് പ്രൊവൈഡറായിട്ട് ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് ഇത് മാറുമ്പോൾ ഈ ഡാറ്റയുടെ വലിയൊരു ലംഘനം നടക്കും. അത് അതീവ ഗൗരവമായൊരു സംഗതിയാണ്. ഈ സ്വകാര്യത ലംഘനം സംബന്ധിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരുപാട് തവണ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു സ്വകാര്യതാ ലംഘനവും വലിയ തരത്തിലുള്ളൊരു ഡാറ്റ ബ്രീച്ചും ഡാറ്റ മോഷണത്തിനൊക്കെ സാധ്യത. പ്രത്യേകിച്ച് നമ്മൾ ഈ ഡാറ്റ മോഷണത്തിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകളും ആശുപത്രികളും അതായത് രോഗവിവരങ്ങളടക്കം അല്ലെ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിലടക്കം ഒരു ഡാറ്റകൾ ഉണ്ടാവുമല്ലോ. ആ ഡാറ്റകളിലടക്കം ഒരു ഇതും ഉണ്ടാവില്ലേ, ഒരു ചോർച്ച ഉണ്ടാവും. അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അത് ആ തരത്തിൽ കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. ഇത് അത്ര എളുപ്പത്തിൽ അവർക്ക് ചെയ്തു പോകാൻ സാധിക്കുന്ന UDF സർക്കാരിന് ചെയ്തു പോകാൻ സാധിക്കുന്ന തരത്തിൽ LDF നിന്ന് കൊടുക്കില്ല എന്നാണ് നമ്മളിപ്പോൾ കരുതേണ്ടത്. പക്ഷെ അതിനകത്ത് വേറൊരു വശം കൂടെ ഉണ്ട്. ഇതിപ്പം ഇങ്ങനൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തിയാൽ ഈ സംവിധാനം വിജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വൻകിട ടെലികോം കമ്പനികൾക്ക് ഉണ്ടാകുന്നൊരു തിരിച്ചടിയുണ്ട്. അതൊരു വലിയൊരു ഘടകമാണ്. ആ ടെലികോം കമ്പനികളുടെ സമ്മർദ്ദം ഇവിടെ നേട്ടമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവരുടെ ഒരു സമ്മർദ്ദ ഫലം കണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്ക് സംശയിക്കാം. സമ്മർദ്ദത്തിന്റെ തെളിവാണല്ലോ രമേശ് ചെന്നിത്തല അവരുടെ ഒരു യോഗത്തിലാണ് തോന്നുന്നു അങ്ങനത്തെ ആളുകളുടെ എലീറ്റ് എന്താ പറയുക ടെലികോം ഉദ്യോഗസ്ഥരുടെ ഒരു യോഗത്തിലാണ് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രസ്ഥാനം നടത്തിയത് ഈ കാര്യത്തിൽ ഇടപെടരുത്. അതെ. പിന്നെ അതിൻ്റെ കൂടെ ഇതൊരു എന്താ പറയുക ഒരു സമ്മർദ്ദ ഫാക്ടറായിട്ട് നിൽക്കുമായിരുന്നു. ഈ കെ-ഫോണിൻ്റെ വളരെ ചുരുങ്ങിയ ചിലവാണ്. പൈസ ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ സൗജന്യമായിട്ടും കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു സമ്മർദ്ദ ഫാക്ടറായിട്ട് നിൽക്കുകയും മറ്റുള്ള കമ്പനികൾ കുറഞ്ഞ ചിലവിൽ ഇവിടെ ഡാറ്റ കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അവർക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതെ, ആ സർവീസ് കുറഞ്ഞ ചിലവിൽ നമുക്ക് കിട്ടിയിരുന്നു. അതിൽ വലിയ മാറ്റം വരാൻ പോവുകയാണ്. കെ-ഫോൺ വിൽക്കുന്നതോടെ ആ ഒരു സമ്മർദ്ദത്തിൻ്റെ അളവില്ലാതാവും. സ്വാഭാവികമായിട്ട് ടെലികോം ബില്ലുകൾ ബാക്കി എല്ലാ സ്ഥാപനങ്ങളും കൂട്ടുകയും ചെയ്യും. ഇത് എല്ലാവരും ബാധിക്കുന്നത് ഈ കെ-ഫോണിൻ്റെ കണക്ഷൻ ഉള്ളവരെ മാത്രമല്ല ഇല്ലാത്തവരെയും ബാധിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഈ കെ-ഫോണ് സ്വകാര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും പ്രതിപക്ഷം ഈ വിഷയം എടുത്ത് ഏറ്റെടുക്കേണ്ട സമയമാണ്. കാരണം വെച്ചാൽ അവർ കൊണ്ടുവന്ന ഒരു സ്വപ്ന പദ്ധതിയാണ്, സാധാരണക്കാർക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലേക്കും ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യമത്തിന് ഇറങ്ങിയ ഒരു സർക്കാരായിരുന്നു അവരൊരു കാലത്ത് അല്ല കഴിഞ്ഞ 10 വർഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് ശക്തമായ പ്രതികരണം ഉണ്ടാകണം. പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പറ്റുന്ന എല്ലാ വേദികളിലും എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിലും അദ്ദേഹം സംസാരിക്കണം. ഈ പദ്ധതിയുടെ ഇപ്പോൾ ആദ്യം സന്ദീപ് പറഞ്ഞല്ലോ ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ എന്താണെന്ന് തുറന്ന് സംസാരിക്കണം. ഇനിയെങ്കിലും ഓരോ കുട്ടികളെയും അല്ലെങ്കിൽ ഓഫീസുകളെയും സർക്കാർ സ്ഥാപനങ്ങളെയും എല്ലാം എങ്ങനെയാണ് ഈ പദ്ധതി അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദീകരണം നൽകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പദ്ധതി ഒരു വലിയൊരു പ്രതീക്ഷയുള്ളൊരു പദ്ധതിയായിരുന്നു കെ-ഫോൺ എന്നുള്ള പദ്ധതി. പക്ഷെ നമ്മൾ ഈ ഒരു വശത്ത് നമ്മളിപ്പം പ്രതീക്ഷ നൽകുമ്പം നമ്മളിപ്പോൾ പറഞ്ഞ കുത്തകളെ ഭയപ്പെടുത്തുകയും ചെയ്തൊരു പദ്ധതിയാണ്. അപ്പോൾ ഈ പദ്ധതി സ്വകാര്യവൽക്കരിക്കുന്നതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട്, ആരെല്ലാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നതടക്കം നമുക്കിനി അറിയാൻ സാധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സർക്കാർ വരുമ്പോൾ ഈ പദ്ധതി ഇത്രയും സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു പദ്ധതിനെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതങ്ങൾ അത് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട്, പിണറായി വിജയനുണ്ട്.